നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആനന്ദ, ഇനി അതിന് ശ്രമിക്കണ്ട. മോൻ ഇനിയും പെൺകുട്ടികളെ കിട്ടും. ദേവികയെ മറന്ന് കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ മോൻ വിവാഹം കഴിക്കണം. മോനെ, നിന്റെ മനസ്സെനിക്ക് കാണാം. ഞാൻ എന്തു പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? മുത്തശ്ശൻ പ്രയാസപ്പെടണ്ട. എനിക്ക് വിഷമമുണ്ട്. എന്റെ പഴയ കളിക്കൂട്ടുകാരിയെ, അവളെ എന്നും ജീവിതത്തോട് ചേർത്ത് നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു. ദേവിക അവളുടെ തീരുമാനം മാറ്റുമെന്ന് ഓരോ ദിവസവും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അതൊക്കെ വെറുതെ സാരമില്ല. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ദൈവം കനിയണ്ടേ. ദേവിക ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും. ഈ സിറ്റുവേഷനിൽ അവൾക്ക് ഇങ്ങനൊരു തീരുമാനമല്ലേ എടുക്കാൻ സാധിക്കൂ. ദേവിക ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവൾക്ക് നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം, എന്നും. ഇപ്പൊ അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറൊന്നും പറയാനില്ല. എന്റെ വിഷമം കണ്ടുകൊണ്ട് ഇനി എനിക്കിവിടെ നിൽക്കാനും ആവില്ല. ഞാൻ പൊയ്ക്കോട്ടെ. ഋഷിയുടെ അവസ്ഥയ്ക്ക് നല്ല പുരോഗതിയുണ്ട്. ഇനിയിപ്പോ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഉടനെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ വീട്ടിലെത്തിയാലും ചികിത്സ മുടക്കരുത്. ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം. ഫിസിയോതെറാപ്പി മുടങ്ങാതെ തുടരണം. അതിനൊന്നും ഞങ്ങള് ഒരു മുടക്കവും വരത്തില്ല സ്വാമിയച്ച. എങ്കിൽ എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഞാൻ വൈകിട്ട് പറയാം. കുറച്ചു സമയം ഗോപിക നടത്തിക്കേ. ശരി സ്വാമിയച്ച. ഋഷി വാ, നമുക്ക് നടക്കാം. അതൊക്കെ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.